നമുക്കിങ്ങനെ ഒരു ചെറിയ ഗ്ലാസ്സിലായിട്ട് മോളിൽ നിന്നും ബീച്ച് സൈഡിൽ നിന്നൊക്കെ കിട്ടുന്ന സ്വീറ്റ് കോൺ ഉണ്ടല്ലോ, അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. സിമ്പിളായിട്ടോ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടത് നമുക്ക് സ്വീറ്റ് കോണാണ് വേണ്ടത്. രണ്ട് ടൈപ്പ് കോൺ ഉണ്ടല്ലോ, ഒരു കുറച്ച് ഹാർഡായിട്ടുള്ളതും പിന്നെ സ്വീറ്റ് കോണും. അതിൽ സ്വീറ്റ് കോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാനിത് പാക്കറ്റിൽ ഫ്രോസൺ ആയിട്ടുള്ള സ്വീറ്റ് കോണാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ നോർമൽ സ്വീറ്റ് കോൺ വാങ്ങിയിട്ട് പുഴുങ്ങിയെടുത്താലും മതി. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെള്ളം, ഒരു കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടാണ്. 100 ഗ്രാം ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് ഒരു 5-8 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ തന്നെ അത് കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മളിപ്പോൾ ഒന്നും ചേർക്കേണ്ട കേട്ടോ. അത് തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. എന്നിട്ട് അത് വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കുക. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്വീറ്റ് കോണ് ചൂടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റോവിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ അത് മെൽട്ടായിക്കോളും. പിന്നെ അത് കുറേ മുന്നേ ഊറ്റിയെടുത്തതാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിലേക്ക് 2 നുള്ള ചാറ്റ് മസാല ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ബട്ടറിൽ ഉപ്പ് ഉള്ളത് കൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളത്. ഉപ്പില്ലാത്ത ബട്ടറാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 2 നുള്ള ചില്ലി പൗഡർ, മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ചെറുനാരങ്ങ നീര് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചേർക്കുന്നില്ല, ഇവിടെ മക്കൾക്കൊന്നും അതിൻ്റെ ഒരു പുളി ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ചെറുനാരങ്ങ നീര് ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് മല്ലിയില കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സംഭവം സെറ്റ്. മല്ലിയിലൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, അതില്ലാതെയും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം ബട്ടറൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മല്ലിയിലൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് മെൽറ്റായതിന് ശേഷം മല്ലിയില കൂടെ ചേർത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചാറ്റ് മസാലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സ്കിപ്പ് ചെയ്യണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ചാറ്റ് മസാല സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതുപോലെ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്